നമസ്കാരം. ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെയിൽ നിങ്ങളോടൊപ്പം മുകുന്ദൻ ആലപ്പടമ്പൻ. കലാകായിക മാധ്യമ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രവാസ ജീവിതത്തോടൊപ്പം തന്നെ സാംസ്കാരിക ജീവിതവും നല്ലപോലെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുകുന്ദൻ ആലപ്പടമ്പൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാതിടങ്ങളിലെ കൂടുതൽ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ദീർഘകാലം പ്രവാസിയായിരുന്നു താങ്കൾ. മാധ്യമരംഗത്ത് എത്തിയത് എപ്പോഴാണ്? അത് ഏകദേശം ഒരു 2 ദശാബ്ദ കാലം, 20 കൊല്ലം സൗദി അറേബ്യ. അപ്പോൾ അവിടെ ജോലി പറഞ്ഞാൽ രാത്രിയാണ്, വൈകിട്ട് ആണ് ജോലി ചെയ്യുന്നത്. ഫുട്ബോൾ ക്ലബിലാണ്. അപ്പോൾ കളിക്കാൻ വരുമ്പോൾ ആ സമയങ്ങളിൽ മാത്രമേ ജോലി ഉള്ളൂ. അപ്പോൾ പകരം മുഴുവൻ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഫ്രീ കിട്ടുന്ന സമയത്ത് എഴുതാനുള്ള ഒരു പ്രചോദനം. സ്കൂൾ പഠിക്കുമ്പോഴേ ചെറുങ്ങനെ എഴുതലുണ്ടായിരുന്നു, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ദിവസം ഓരോ കത്ത് വരും. അപ്പോൾ ആ കത്തെഴുത്തിലേക്ക് കൂടിയാണ് എഴുതാനുള്ള ഒരു മോഹമുണ്ട്. അങ്ങനെ ഗൾഫ് ടീച്ചർ അതും മനോരമ കാർഡ് വരുമ്പോൾ പിന്നെ ഒരു മോഹം തോന്നി. വെറുതെ ആർക്കൊരു വിഷയങ്ങളെല്ലായിട്ട് എഴുത്തും അതും എഴുതിയപ്പോൾ അവരത് വലിയ പ്രാധാന്യത്തോടെ ഫോട്ടോ ടീച്ചറായിട്ട് പ്രസിദ്ധീകരിച്ചു. അത് 89, 86 ഞാൻ വന്നു. 89, 90 ആ ഒരു വർഷക്കാലത്ത്. ഇപ്പൊ ഏത് മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പൊ കേരളകൗമുദിയിൽ തെരഞ്ഞെടുപ്പ് ലേഖനായിട്ട് ഞാൻ 2007 മുതൽ പ്രവർത്തിച്ചു. കായിക കലാമേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിക്കണം. കായിക കലാമേളകളിൽ അല്ലെങ്കിൽ ആ മേഖലകളിൽ എന്ന് പറയുമ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്തിൻ്റെ ഫുട്ബോൾ, അതായത് എൻ്റെ ആ നാടിൻ്റെ ഒരു പ്രത്യേകത. നടാട്ടുമ്മൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് പിന്നെ കൂടുതൽ പിന്നെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ ഒരു സ്റ്റേറ്റ് പ്ലെയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയിലൊന്നും തെറ്റ കളിക്കും, എല്ലാ അവിടെയുള്ളവരെ കളിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ബേസിൽ പയ്യന്നൂർ ടൗണിന് വേണ്ടിയിട്ട് ജില്ലാ ലീഗിൽ കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം കളിയൊക്കെ നിർത്തി പിന്നെ പ്രാരബ്ധമായി തൊഴിൽ മേഖല തേടി പോയപ്പോൾ ആ കളി അവിടെ നിന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കലാവാസന, സാംസ്കാരിക വാസന, കലാവാസന അല്ലെങ്കിൽ സാഹിത്യവാസന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പിന്നെ ഗൾഫിലായിരുന്നപ്പോൾ ഒരുപാട് സമയം കിട്ടിയപ്പോൾ എഴുത്തിലൂടെ അങ്ങനെ മാതൃഭൂമി പിന്നെ മനോരാജ്യം തുടങ്ങിയ മാസികകളിലും പിന്നെ ദിനപത്രങ്ങളിലും ഒക്കെ ആയിട്ട് കുറെ എഴുതിയിരുന്നു, കുറെ കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഓരോ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഥാ മത്സരങ്ങളിലൊക്കെ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ താളവട്ടം എന്ന് പറഞ്ഞ് മാതൃഭൂമി പിന്നെ ഗൾഫ് എഡിഷനിൽ വന്ന ഒരു കഥക്ക് അവിടുത്തെ സാംസ്കാരിക സംഘടന ഒരു സമ്മാനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മനോരാജ്യത്തിൽ വന്ന് പിന്നെ കുവൈത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ വീട്ടിലെ അവർക്ക് നർമ്മവും കൂടി കലർത്തിയുള്ള സംഭവമാണ്. അതിനു പിന്നെ ഭയങ്കര പിന്നെ ജനങ്ങളെ ഭയങ്കര പ്രീതി കിട്ടിയ ഒരു സംഭവമായിരുന്നു. കാരണം അന്നത്തെ ആ സിറ്റുവേഷൻ, പിന്നെ ജനങ്ങൾ അവിടുത്തെ പ്രവാസികൾ അനുഭവിക്കുന്ന വിഷയങ്ങളും നാട്ടിലെ ഭാര്യമാരെ എഴുത്തും കുത്തും അവരെ പിന്നെ ആശങ്ക ഇതൊക്കെ പങ്കുവെപ്പിച്ചുകൊണ്ടുള്ള ഒരു രസകരമായ ഒരു സാധനമായിരുന്നു. പിന്നെ കുണിയമ്പുഴ തന്നെ ബേസ് ചെയ്തിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സാഹിത്യ രചനകളെ ഉണ്ടായിരുന്നു. ഒന്നായിട്ട് ഒരുപാട് പാട്ടൊക്കെ എഴുതിയിട്ടില്ല. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ട്? സിനിമക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പ്രൊജക്റ്റിൽ ഒരു സംവിധായകനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു 21 മിനിറ്റിൽ 21 രാഗങ്ങളിൽ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശിവതാണ്ഡവവും ശിവനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഏകദേശം 21 മിനിറ്റിൽ ആ ഗാനം എഴുതിയിട്ട് പൂർത്തിയാക്കിയിട്ട് അപ്പോൾ അത് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് പാട്ട് പിന്നെ എന്താ പറയണ്ടേ, പ്രകാശനം നടന്നിട്ടൊന്നുമില്ല, എഴുതിയതേ ഉള്ളൂ. പക്ഷെ അപ്പം തന്നെ ഇത് അറിഞ്ഞിട്ട് പത്രക്കാരെല്ലാം പിടിച്ചിട്ട് മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി എല്ലാ പത്രങ്ങളിലും വൈഡായിട്ട് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ന്യൂസ് 18 അടക്കം ചില പിന്നെ ചാനലുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് പുറത്തിറങ്ങില്ല, ആ പാട്ട് ഇതുവരെ പുറത്തിറങ്ങില്ല. അതൊന്ന്
അതോടൊപ്പം തന്നെ വേറെയും 2 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ്. നല്ല പെട്ടിൽ വെച്ചിട്ട് ആ രംഗത്ത് അങ്ങനെ ഒരു മൂന്നാട്ട കവിത അങ്ങനെയൊന്നും എഴുതാറുണ്ട്? അല്ല, കവിത ചെറുപ്പത്തിൽ എഴുതാറുണ്ട്. പക്ഷെ അതൊന്നും എഴുതിയിട്ട് വെക്കുന്നല്ലാണ്ട് പ്രസിദ്ധീകരിക്കാൻ ഒരു മൂന്നാട്ടിൽ എഴുതിയ കവിതയിൽ ഒരു കവിത നമുക്ക് കൊണ്ടുവന്ന് ചൊല്ലിത്തരും? ഓ, തീർച്ചയായിട്ടും. അന്ധകാരത്തിലൊരമ്പിളിച്ചീന്തായി ആശ്വാസമേകേണ്ട പൊൻവിളക്കേ, തണലായി മാറുവാൻ തുണയായി തീരുവാൻ തനുവും കൊതിച്ചിരുന്നു, എൻ്റെ മനവും കൊതിച്ചിരുന്നു. മൂന്നാട്ടിൽ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അനുഭവങ്ങളേ ഉള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പൊതുജന ശ്രദ്ധയിലോ അല്ലെങ്കിൽ അധികൃതരുടെ ഇടയിലോ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യമാണ്. ഈ വായനശാലയിലല്ലേ പ്രവർത്തിക്കുന്നത്? VKC സ്മാരക വായനശാല. ഇതിലെന്തായിട്ടാണ് മൂന്നാട്ടം പ്രവർത്തിക്കുന്നത്? അല്ല, ഞാൻ ഇതിന്റെ ഒരു ഡയറക്ടർ എന്ന നിലയിലല്ലോ. പക്ഷെ ഇപ്പൊ ഇത് ഇവിടെ ദിവസം വരാതെ ഉറക്കം വരില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യം. VKC സ്മാരക വായനശാല എന്ന് പറയുമ്പോൾ എന്താ, VK ചെണ്ടമാഷ് തൃക്കരിപ്പൂര് സോഷ്യലിസ്റ്റിന്റെ തലമുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം 72-ലാണ് മരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ പ്രായം, സ്കൂൾ പഠിക്കുന്ന പ്രായമാണ്. അന്ന് തൃക്കരിപ്പൂര് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നയിച്ചിരുന്നത് VKC അടക്കമുള്ള നേതാക്കന്മാരായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടാട്ടുമല പാർട്ടി ഗ്രൂപ്പ് ചന്തോട്ടന്റെ നേതൃത്വത്തിൽ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം രൂപീകരിച്ച് ഒരു ഒരു കെട്ടിടത്തിനുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കുറിവെച്ചിട്ടും അത് അങ്ങനെ ഇങ്ങനെയെല്ലാം ഫണ്ട് ശേഖരിച്ചിട്ടാണ് ഇപ്പം സ്ഥാപനം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ഇപ്പം മുകളിലത്തെ നിലയിൽ നമ്മളെ ചന്തോട്ടൻ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് ഹാളുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാറ്? രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ജനതാ തൃക്കരിപ്പൂരെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിട്ട് സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ബന്ധപ്പെട്ട പ്രവർത്തനമുണ്ട്. അന്ന് സ്കൂളിന്റെ വിദ്യാർത്ഥികളുടെ സംഘടന എന്ന് പറയുമ്പോൾ ISO ആണ്, ഇൻഡിപെൻഡന്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. അതിന്റെ പഞ്ചായത്ത് തല സെക്രട്ടറി പ്രസിഡന്റായിട്ടെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുതിർന്നപ്പോ ജനതാ സോഷ്യലിസ്റ്റ് പാർട്ടി പല മാറ്റങ്ങളും മാറ്റങ്ങളും ജനതാ പാർട്ടി അതിനുശേഷം അതിന്റെ മണ്ഡലം സെക്രട്ടറിയായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനകാലം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവം തന്നെ. കാരണം അന്ന് ചന്തോട്ടം കോരൻ മാഷ് അതുപോലത്തെ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കൂടെ ഞാനൊരു പയ്യൻ, ഏറ്റവും ചെറിയ പയ്യനായിരുന്നു, ഒരു 18-20 വയസ്സിൽ സമയത്താണ് ഞാൻ അതിന്റെ ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്തു. അപ്പോ നിലമ്പൂർ ഗോപാലനാണ് മണ്ഡലം വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ മണ്ഡലം സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒരു കാൽനട പദയാത്രയാണ്. അത് വലിയൊരു സംഭവമാണ്. തൃക്കരിപ്പൂരിൽ നിന്ന് അടക്കം ഒരുപാട് ചെറുപ്പക്കാർ ഉപയോഗിച്ച് കാട്ടിലേക്കൂടെ കർണാടക. അത് ആ മീൻതുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചെറുപുഴക്കപ്പുറത്ത് മീൻതുള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ മീൻതുള്ളിയിൽ നിന്ന് കർണാടകയിലെ ഒരു സ്ഥലത്തേക്ക്, പേരങ്കം രാവിലെ ഒന്ന് പുറപ്പെട്ടിട്ട് വൈകുന്നേരമായിരുന്നു. അപ്പൊ ആ ഏരിയ തന്നെയെന്ന് വെച്ചാൽ വളരെ ദുർഘടമായ വഴി, ഒരു കൊത്തിയിട്ട മലപ്രദേശത്തിൽ ഒരു റോഡ് കണക്കൊന്നും ഉണ്ട് എന്നല്ലാണ്ട് ആവി പറക്കുന്ന ആനക്കുണ്ടൊക്കെ കടന്നു വെച്ചിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് കർണാടകത്തിലെ നേതാക്കന്മാരെ പറഞ്ഞ് ശ്രദ്ധിക്കണം, ആന വഴിയിൽ ആനകളുടെ ഇത് വഴിയാണ്. അപ്പൊ നമ്മള് കുറെ ചെറുപ്പക്കാര് കണ്ട് എളമ്പച്ചിയിലെ BV തമ്പാൻ, ചെറിയമ്പു മാഷ്, C കുഞ്ഞിരാമാഷ്, VV വിജയൻ, ഇങ്ങനെ കുറെ ആൾക്കാരെ ഒരു കമ്പനി, അതൊരു രസമായിരുന്നു. നമ്മള് വളവറയിൽ VV വിജയൻ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഇല്ല, ഇപ്പൊ ഞാൻ അങ്ങനെ സ്ഥാനമാനമുണ്ട്. പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയാണ്. പിന്നെ അതുപോലെ പാർട്ടിയിലെ നമ്മുടെ ജനതാ പ്രവാസി സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
പിന്നെ അറിയാലോ സ്മാരക കലാസമിതിയിൽ 2 വർഷം അതിന്റെ റിസൾട്ടായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാരവാഹിയാണ്. പിന്നെ അടുത്ത ഒരു സ്പോർട്സ് പറഞ്ഞില്ല, അതിന്റെ കളിക്കാരനായിരുന്നു, പിന്നെ ടീമേൻ്റായിരുന്നു, പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ഇപ്പോ അങ്ങനെയെല്ലാം ചില പൊതുപ്രവർത്തനമായിട്ട് ഇങ്ങനെ പോകുന്നു. ദീർഘകാല പ്രവാസ ജീവിതം അനുഭവിച്ച ആളല്ലേ, അതിന്റെ അനുഭവങ്ങളൊന്നും നമുക്ക് പറഞ്ഞു. ഞാൻ പ്രവാസിയാകുന്നതിന് മുമ്പേ നീലീശ്വരം ബ്ലോക്ക് ഓഫീസില് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം ഉണ്ടായിരുന്നു, റൂറൽ ഫങ്ഷണൽ ലിറ്ററസി പ്രോഗ്രാം പറഞ്ഞു. അതിന്റെ സൂപ്പർവൈസറായിട്ട് ഒരു 3 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ പല സാധ്യതകളും വന്നെങ്കിലും DPC പഠിക്കാനൊക്കെ സാധ്യമൊന്നും എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗൾഫിൽ പോകാന്ന്, അന്നേരം അതൊരു പാഷനാണ്, ഗൾഫിൽ പോകാന്നില്ല. അപ്പോൾ ഒരു അവസരം കിട്ടി, ഗൾഫിൽ പോയി. അവിടെ എത്തിയിട്ട് അവിടെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത്. ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ സമയമൊക്കെ ഉള്ള ഒരു ജോലിയായിരുന്നു, വളരെ സൗകര്യപ്രദമായി. അവിടെ അവിടുത്തെ സർക്കാർ, സൗദി സർക്കാരിന്റെ അർദ്ധ സർക്കാർ സ്ഥാപനമായ അൽ അദാല ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് സൗദിയിലാണ്, സ്പോർട്സ് ക്ലബിലാണ്. അപ്പോൾ അവിടുത്തെ ഫുട്ബോൾ കാര്യം അതും ഇതുമായി ബന്ധപ്പെട്ടില്ലേ, ആ ഷോറൂമായി ബന്ധപ്പെട്ടില്ല ചാർജാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് കളിയും കാര്യമെല്ലാം ആയിട്ട് പോയപ്പോ കിട്ടിയ ജോലി വെച്ചാൽ ഒന്നും പറയണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു, ശരിക്കും പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെ നിന്ന് വിടാനെ മനസ്സിലാവും. ഇത്രയും കാലം അവിടെ പിടിച്ചിരുന്നതിന്റെ ഒരു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 86 നിൽക്കുന്നു. 86 പോയിട്ട് 2006 തിരിച്ചു വരും. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് രസകരവും അല്ലാത്തതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം അവിടെ ഈ പ്രവാസികൾക്ക് ഒരു സംഘടനയുണ്ട്, കുറെ സംഘടനയുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഒരു നവോദയ സാംസ്കാരിക വേദി പറഞ്ഞൊരു സംഘടന രൂപീകരിച്ച് ഞാൻ അന്നേരം അവിടുത്തെ അതിന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്തിലെ നൗഷീർ ഖാൻ അടക്കം, ബാലകൃഷ്ണൻ, ഇങ്ങനെ കുറെ ആൾക്കാരാണ് അതിന്റെ ആളുകൾ. നമ്മുടെ ഏരിയയിൽ ഇപ്പൊ തലപ്പുറം ജില്ലയിൽ ഒരു രാമകൃഷ്ണനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് അതിന്റെ നേതൃനിരയില്. ഞാൻ എന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ കുറെ കാലം നടത്തി. അന്ന് ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് വളരെയധികം ഞാൻ അന്നേരം മനോരമയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊരു ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ KMT മുകുന്ദന്റെ സാന്നിധ്യം എന്താണ്? KMT എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂര് സോഷ്യലിസ്റ്റുകാരുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെയാണ്. അതിനപ്പുറത്ത് എന്തുണ്ടോ അതും കൂടിയാണ്. അപ്പൊ ഇദ്ദേഹമൊക്കെ പറയുകയാണെങ്കിൽ ചെറുപ്പകാലം മുതലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ അറിയുന്ന കാലം മുതൽ ഇതിനൊക്കെ നല്ലൊരു ആത്മാവ്. ഇപ്പൊ KMT ഒരു നാടകം ചെയ്തിട്ടുണ്ട്, വളരെ പ്രശസ്തമായ ഖസാക്കിന്റെ ഇതിഹാസം. അതിനെപ്പറ്റി ഒന്ന്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഏറെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എന്നവരുടെ ഒരുപാട് വെല്ലുവിളി നേരിട്ടിട്ട് കൊണ്ടുവന്ന ഒരു നാടകം. അപ്പൊ ദിനേശ് ഡയറക്ടർ. അപ്പൊ ഓരോരുത്തരുടെ ആ ഒരു നാടകം എടുക്കുന്നതിനെ പലരും നെറ്റിവിളിച്ചിരുന്നു. കാരണം ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത മമ്മൂട്ടി അടക്കം ഇല്ല സിനിമാ നടന്മാർ മലയാളത്തിലെ പ്രമുഖരെ സിനിമയാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ സങ്കീർണതകളാണ് എന്റെ ലൊക്കേഷൻ കാര്യം എങ്ങനെ അത് അവതരിപ്പിക്കേണ്ടതിന്റെ ഒരു എത്തുപിടി കിട്ടാത്ത പല സംവിധായകരെ പതിരിച്ചിട്ട് പോയതാണ്. അന്നേരമാണ് നമ്മുടെ അന്നത്തെ ഇതിന്റെ പ്രസിഡന്റ് PT രഘുവും സെക്രട്ടറി K ചന്ദ്രൻ നടക്കുന്ന ഒരു ടീം വളരെ ധൈര്യപൂർവ്വം ഈ സാധനത്തോട് പ്രതീക്ഷിച്ചതാണ്. ഇപ്പം ഈ നാടകം കളിക്കുമ്പോൾ എല്ലാവരും മഴ പെയ്യെന്ന് പറയുന്നത് അതങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ട്? സംഭവം വെച്ചാൽ ഈ മഴ, ഈ കളി നടന്ന കളിക്കെല്ലാം മഴ വരും. തുടക്കം തന്നെ അതാണ് കാണുമ്പോഴാണ് കളിയാണ്. അപ്പോൾ ആദ്യത്തെ കളി മഴ ഒന്ന് കൊളാക്കി. ഭയങ്കര ജനങ്ങളായിരുന്നു പറഞ്ഞാൽ സീറ്റ് കിട്ടാതെ ജനങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ വാങ്ങിപ്പോയി അവസ്ഥ. പക്ഷെ പകുതി ചോദിച്ചിട്ട് മഴ ഒന്ന് അവിടെ നിർത്തി. ആ നിർത്തി പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് ആദ്യം നമ്മൾ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചിട്ട് ടിക്കറ്റ് കൊടുത്താൽ ആൾക്കാർ വിറ്റും ടിക്കറ്റ് വാങ്ങിയവരൊക്കെ വന്നിട്ടാകുമ്പോൾ ജനങ്ങൾ വീണ്ടും 3 ദിവസം 4 ദിവസം ആടെ രണ്ടാമത് ആദ്യം നമ്മൾ കളിച്ചു. അതൊരു ഭയങ്കര അനുഭവമല്ലേ. ജനങ്ങൾ ടിക്കറ്റിന് ഇങ്ങോട്ട് ചോദിച്ചു വരിക, കയറുക, നാടൻ കാണുക. അപ്പോൾ വിദേശത്ത് നല്ല ആൾ വന്നിട്ടുണ്ടായില്ല.
അപ്പൊ അതൊരു വല്ലാത്ത അനുഭവം. അതിപ്പോ ഭയങ്കര സ്പ്രെഡായപ്പോ അത് പല സ്ഥലത്തും അന്വേഷണം വന്നു. പിന്നെ പാലക്കാടൊന്നും പിന്നെ കരുവള്ളൂർ കരിക്കുമ്പോഴേ പാലക്കാട് ജില്ലത്തിൽ എറണാകുളം ഇതെല്ലാം മഴ പെയ്തു. അത് ഭയങ്കര ഒരു അനുഭവമാണ്. രാജസ്ഥാനിലൊക്കെ കളിച്ചിട്ടുണ്ട്. മൂന്നാറിന്റെ കുടുംബം ആരൊക്കെയാണ്? കുടുംബം ഭാര്യ, 2 മക്കളാണ്. ഭാര്യ പ്രീതായി BTC പിന്നെ ലൈബ്രറിയാണ്. പിന്നെ മോൻ TTC കഴിഞ്ഞിട്ട് അധ്യാപകനാണ്. പക്ഷെ ജോലി ആയിട്ടില്ല. താൽക്കാലികമായിട്ട് ആടുകളിലും പറ്റി ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. മകള് B.Ed. മോന്റെ പേര് അമൽജിത്ത്, മകള് അഞ്ജന. അവള് B.Ed കഴിഞ്ഞിട്ട് ഇങ്ങനെ PSC കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടൊക്കെയാണ്. മകളെ ഭർത്താവ് ജിതിൻ കൽച്ചത്താണ്. പിന്നെ ഒരു കുട്ടിയില്ല അവർക്ക്, രക്ഷിത്. ഇതാണ് കുടുംബം. അപ്പൊ നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം സമയം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഒന്നാണ് മാധ്യമപ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ തൃക്കരിപ്പൂർ എടാട്ടമ്മൽ സ്വദേശി മുകുന്ദൻ ആലപ്പടമ്പൻ കായിക രംഗത്തും രചനപരമായ മികവും പുലർത്തുന്ന വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് എടാട്ടമ്മൽ സുഭാഷ് സ്പോർട്സ് ക്ലബിന്റെ കളിക്കാരൻ, ടീം മാനേജർ, സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലയിലും കണ്ണൂർ ജില്ലാ ഫുട്ബോൾ ലീഗിൽ പയ്യന്നൂർ ടൗൺ ക്ലബിനു വേണ്ടി ബൂട്ട് കെട്ടിയും സംഘാടകനായും പ്രവർത്തിച്ചു. നീലീശ്വരം ബ്ലോക്ക് ഓഫീസിൽ RFLPയുടെ സൂപ്പർവൈസറായി 3 വർഷം ജോലി ചെയ്തു. തുടർന്ന് സൗദി അറേബ്യയിലെ അൽ അദാല ഫുട്ബോൾ ക്ലബിൽ ജീവനക്കാരനായി 20 വർഷത്തോളം പ്രവാസം. ഗൾഫ് ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനമായ നവോദയ സാംസ്കാരിക വേദിയുടെ ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാല പൊതുപ്രവർത്തനം. പ്രവാസ ജീവിതകാലത്ത് മാതൃഭൂമി, മനോരമ എന്നീ പത്രങ്ങളുടെ ഗൾഫ് എഡീഷനിലെ സ്ഥിരം സാന്നിധ്യം. അക്കാലത്ത് താളവെട്ടം, ലവ് ലെറ്റർ, പ്രഹേളിക തുടങ്ങിയ ചെറുകഥകളും ഫീച്ചറുകളും ഗൾഫ് മാധ്യമങ്ങളിലെ സാന്നിധ്യവും അറേബ്യൻ മണ്ണിലെ മലയാളികൾക്കിടയിൽ വ്യത്യസ്തനാക്കി. റിയാദ്, ജിദ്ദ തുടങ്ങിയ സൗദി നഗരങ്ങളിലെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച സാഹിത്യ മത്സരങ്ങളിൽ സർഗവാസന തെളിയിച്ച കഥാകാരൻ. 2007 ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം കേരള കൗമുദിയുടെ പത്രപ്രവർത്തന രംഗത്ത് സജീവം. 1.5 പതിറ്റാണ്ട് കാലമായി നാടിന്റെയും നാട്ടുകാരുടെയും നീറുന്ന പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുന്നതിലും അവരുടെ കണ്ണു തുറപ്പിക്കുന്നതുമായുള്ള വാർത്തയുമായി ഇന്നും പ്രവർത്തന മണ്ഡലത്തിൽ സജീവം. തൃക്കരിപ്പൂരിലെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ തൃക്കരിപ്പൂർ പ്രസ് ഫോമിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു. മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ KRMUവിന്റെ തൃക്കരിപ്പൂർ സോൺ പ്രസിഡന്റ്, ജനതാ പ്രവാസി സെന്റർ എന്ന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും കർമാണ്ഡലത്തിൽ സക്രിയൻ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന സൃഷ്ടിയിലൂടെ മലയാള നാടകരംഗത്ത് വിപ്ലവകരമായ ആവിഷ്കാര മികവോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജൈത്രയാത്ര നടത്തിയ KMK സ്മാരക കലാസമിതിയുടെ അമരക്കാരനായും സാംസ്കാരിക രംഗത്ത് തന്റെ നാമധേയം അടയാളപ്പെടുത്തിയ സഹൃദയൻ കൂടിയാണ് മുകുന്ദൻ ആലപ്പടമ്പൻ. കഴിവുകളുണ്ടായിട്ടും പലവിധ കാരണങ്ങളാൽ സമൂഹത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവർ നിരവധിയാണ്. കലാകാരന്മാർ, എഴുത്തുകാർ, സാംസ്കാരിക നേതാക്കന്മാർ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ വിരാജിക്കുന്ന ഇത്തരക്കാരെ കണ്ടെത്തി നാടിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് MKC മീഡിയ അറിയാത്തിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി അവതരിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് 53 എപ്പിസോഡുകൾ പിന്നിട്ട ഈ പരമ്പരയുടെ പുതിയ എഡിഷൻ ഞങ്ങൾ മുകുന്ദൻ ആലപ്പടമ്പൻ എന്ന തൃക്കരിപ്പൂരിലെ മാധ്യമ പ്രവർത്തകനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആശ്വാസമേകേണ്ട പൊൻവിളക്കേ, തണലായി മാറുവാൻ തുണയായി തീരുവാൻ തനുവ